ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സുമീസ് ടേസ്റ്റ് കിച്ചൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കേക്കാണ് കേട്ടോ. ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഓയിൽ, ബട്ടർ അങ്ങനെ ഒന്നും ഇല്ലാണ്ട് സിമ്പിളായിട്ട് സോസ് പാനിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു കേക്ക് റെസിപ്പിയാണ്. ഒരുപാട് ചേരുവകളൊന്നും വേണ്ട, അതുകൊണ്ട് തന്നെ വളരെ എളുപ്പമാണ് ഈ കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ മടിച്ച് നിൽക്കാതെ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. നമ്മൾ 1 മില്യൺ ആവുന്ന സമയത്താണ് വിന്നറിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പം പുതിയതായിട്ട് വരുന്നവരാണെങ്കിൽ കൂടിയിട്ടും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വരുന്ന എല്ലാ വീഡിയോസും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇത്രയാണ് നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ 1 മില്യൺ ആവുമ്പോൾ നമ്മൾ സ്പെഷ്യൽ ഒരു വീഡിയോ ഇതിന് വേണ്ടിയിട്ട് ചെയ്യും. അപ്പോൾ ആ വീഡിയോ എല്ലാവരും കാണുക, കാരണം ആരാ സെലക്റ്റഡ് ആയെന്ന് അറിയണ്ടേ. അപ്പോൾ എല്ലാവരും കാണുക. 10 പേർക്കാണ് സമ്മാനം നൽകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഈ ഒരു കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രധാനമായിട്ടും 4 മുട്ടയാണ് വേണ്ടത്. ഈ മുട്ടയാണ് നമുക്ക് ഇന്ന് ബേക്കിംഗ് പൗഡറും സോഡയും ഓയിലൊന്നും ഇല്ലാണ്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ട് കേക്ക് റെഡിയാക്കി തരുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നല്ല ക്ലീൻ ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ബൗള്, വിസ്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് 4 മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. ഇതിലേക്ക് ഞാൻ പൊടിക്കാത്ത പഞ്ചസാര 1/2 കപ്പാണ് ചേർക്കുന്നത്. 1/2 കപ്പ് പഞ്ചസാര ഇതുപോലെ കുറേശ്ശെ ഇട്ടിട്ട് വേണം ബീറ്റ് ചെയ്യാൻ. ഞാനിപ്പോൾ ഹൈ സ്പീഡിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഏകദേശം ഒരു 5 മിനിറ്റോളം നന്നായിട്ട് ബീറ്റ് ചെയ്താൽ, ഹൈ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്താൽ നല്ല സ്റ്റിഫായിട്ട് വരും. ഇത്രയും നന്നായിട്ട് വരുന്നവരെ തന്നെ ബീറ്റ് ചെയ്യണം, കാരണം ഇത് നിർബന്ധമുള്ള കാര്യമാണ്. കാരണം നമ്മളിതിൽ വേറെ ഒന്നും ചേർക്കുന്നില്ല. ഈ മുട്ടയാണ് ഇന്ന് നമ്മൾ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് റെഡിയാക്കാൻ സഹായിക്കുന്നത്. അപ്പോൾ അത്രത്തോളം നന്നായിട്ട് ഇത് പതഞ്ഞ് വന്നു എന്ന് ഉറപ്പ് വരുത്തിയിട്ടേ ബാക്കി ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർക്കാൻ പാടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്കൊരു അരിപ്പയിലൂടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 1 കപ്പ് മൈദയാണ് ചേർക്കുന്നത്. കോൺഫ്ലോർ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. വെറും 1 കപ്പ് മൈദ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പാണ്. ഇത് രണ്ടും മാത്രമേ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. ഇതിലേക്ക് ചേർത്തിട്ട് മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഈ സ്പാച്ചിൽ വെച്ചിട്ട് നമ്മുടെ ഈ ഫ്ലോർ, നമ്മളിപ്പോൾ ഇട്ടിട്ടുള്ള ഈ മൈദ ഈ മുട്ടയുടെ എല്ലാ വശത്തേക്കും നന്നായിട്ട് മിക്സാക്കി എടുക്കണം കേട്ടോ. അപ്പം മെല്ലെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന പോലെ മെല്ലെ എല്ലാ വശത്തേക്കും നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഈ മിക്സ് ചെയ്യവേ തന്നെ ഞാൻ ബ്ലൂബെറിയുടെ ക്രഷ്, നമ്മൾ ബ്ലൂബെറി കേക്കല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ ബ്ലൂബെറി ക്രഷ് ചേർക്കുന്നുണ്ട്. ഈ ക്രഷ് ചേർക്കാണ്ട് തന്നെ നമുക്ക് നേരത്തെ ചെയ്ത മാത്രം ആ അത്രയും ചേരുവകൾ മാത്രം വെച്ചിട്ടും ഈ കേക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ബ്ലൂബെറി കേക്ക് ആയതുകൊണ്ട് ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു 4 ടേബിൾ സ്പൂൺ, അതായത് 1/4 കപ്പ് ബ്ലൂബെറി ക്രഷ് ചേർക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ക്രഷും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ബ്ലൂബെറി ക്രഷിന് മാത്രം കുറച്ച് റേറ്റ് ആട്ടോ. ഇതിപ്പം ഈ ഒരു ബോട്ടിലിന്, അതായത് ഈ ഒരു ബോട്ടിലിന് ഏകദേശം 295 രൂപയാണ് മാർക്കറ്റ് പ്രൈസ് കേട്ടോ. പക്ഷെ ബാക്കി എല്ലാ ക്രഷിനും നമുക്ക് 150, 140 ആ ഒരു റേറ്റിന് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ക്രഷും കൂടെ ചേർത്തിട്ട് എല്ലാ വശത്തേക്കും ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വാനില എസൻസ് ഒന്നും ചേർത്തില്ല, കാരണം ബ്ലൂബെറി ക്രഷ് നല്ല ഒരു ഫ്ലേവർ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ആ ഒരു ബ്ലൂബെറിയുടെ മണം തന്നെ ഇതിന് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ വേറെ എസൻസുകളൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ ബാറ്റർ റെഡിയായി. ഇനി ഇത് നമുക്ക് സോസ് പാനിൽ ഒഴിച്ച് എങ്ങനെയാണ് ബേക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഒരു സോസ് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ പാനാണിത്, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഓയിൽ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങളുടെ സാധാ പാനാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ തേച്ചിട്ട് നമുക്ക് ബട്ടർ പേപ്പറൊക്കെ ഇട്ടിട്ട് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് ബേക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ ഇളകി വരാൻ ചിലപ്പോൾ നമുക്ക് പ്രയാസമായിരിക്കും, പിന്നെ മൊത്തത്തിൽ കൊളായിട്ട് പോകും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ഇട്ടോളൂ. ഈ ഒരു നോൺ സ്റ്റിക്ക് പാനിന് എനിക്ക് ബട്ടർ പേപ്പറിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് ഇടാതെ ബേക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനത് ഫുള്ള് ബാറ്റർ ഒഴിച്ചിട്ടുണ്ട്. ഇതിരുന്ന് വെന്തോളും, ധൈര്യമായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഇതൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അടി കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഈ സോസ് പാൻ ഇറക്കി വെച്ച് അടച്ച് വെച്ച് ബേക്ക് ചെയ്യുന്നത്. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഏകദേശം ഒരു 25-30 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇതായിട്ട് കിട്ടും. കാരണം പെട്ടെന്ന് തന്നെ സ്പഞ്ച് കേക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ബേക്കായിട്ട് കിട്ടും. അപ്പോൾ അത് നല്ലപോലെ ഇരുന്ന് വെന്ത് വന്നോട്ടെ കേട്ടോ. അപ്പോൾ ഏകദേശമൊക്കെ നമ്മുടെ കേക്ക് നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. വെന്തില്ലാന്ന് തെറ്റിദ്ധരിക്കരുത്, കാരണം നമ്മളിത് കൈവച്ച് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും, പൂ പോലെ സോഫ്റ്റ് ആയിരിക്കും. അപ്പം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം.
അപ്പോൾ കേക്കൊക്കെ ചൂടാറിയതിന് ശേഷം നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല തണുപ്പുള്ള ക്രീം ഉപയോഗിക്കുക കേട്ടോ. അതുപോലെ ബൗൾ വിസ്കൊക്കെ ഡ്രൈ ആയിരിക്കണം. അപ്പോൾ ഞാൻ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ബീറ്റ് ചെയ്യവേ തന്നെ ഒരു 1-2 ടീസ്പൂൺ അളവിൽ പഞ്ചസാര നല്ല ഫൈനായിട്ട് പൊടിച്ചത് കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഹൈ സ്പീഡിൽ ഏകദേശം ഒരു 4-5 മിനിറ്റോളം ബീറ്റ് ചെയ്യാം. അപ്പോഴേ നല്ല സ്റ്റിഫായിട്ട് കിട്ടും. അപ്പോൾ അത്രയും നന്നായിട്ട് വരുന്നവരെ ബീറ്റ് ചെയ്യുക. കാരണം നമ്മുടെ ക്രീം സ്റ്റിഫായാൽ മാത്രമേ നമ്മുടെ ഐസിങ് നല്ല പെർഫെക്ഷനായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് അത്രയും നന്നായിട്ട് തന്നെ നിങ്ങൾ ക്രീം ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇത് ക്രീമൊക്കെ നല്ലപോലെ ഇവിടെ ബീറ്റ് ചെയ്ത് നല്ല തിക്കായെന്ന് കണ്ടാൽ വീണ്ടും ബീറ്റ് ചെയ്യരുത്. കാരണം ഓവർ ബീറ്റണായി കഴിഞ്ഞാൽ ഫുള്ള് എയർ ബബിൾസ് വന്നിട്ട് നമ്മൾ ഐസിങ് ചെയ്യുന്ന സമയത്ത് മൊത്തത്തിൽ ബബിൾസ് വരും. അപ്പോൾ അതുകൊണ്ട് ഓവർ ബീറ്റൺ ആവാണ്ട് കറക്റ്റ് ആ ഒരു നല്ല തിക്കായെന്ന് കണ്ട ഉടനെ തന്നെ സ്റ്റോപ്പ് ചെയ്യാം. ഇതൊരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിക്കുക, ഫ്രീസറിൽ വെച്ച് തണുപ്പിക്കുക കേട്ടോ. എന്നിട്ട് ഐസിങ് ചെയ്യാവൂ. ഈ ഒരു സമയത്ത് നമ്മുടെ കേക്ക് ഇതേ കംപ്ലീറ്റ് ചൂടാറിയിട്ടുണ്ട്. ഇത് ഞാനൊന്ന് പുറത്തെടുക്കുക. അടി ചെറുതായിട്ടൊരു ബ്രൗൺ ഷെയ്ഡായിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രൗൺ ഷെയ്ഡായതൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ട് ഈ ഒരു കേക്കിന് ഞാനൊരു 3 ലെയറായിട്ട് കട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. നമുക്ക് മിക്സിയിൽ വേണമെങ്കിൽ ഈ കേക്ക് ചെയ്യാൻ പറ്റും. മിക്സിയിലാണ് ചെയ്തെടുക്കുന്നതെങ്കിൽ മുട്ട നേരെ മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ട്, നല്ല ഡ്രൈ ആയിട്ടുള്ള മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ട് അതിൽ തന്നെ പഞ്ചസാര ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ചേർത്ത് കൊടുക്കേണ്ടി വരും മിക്സിയിലാണ് ചെയ്യുന്നതെങ്കിൽ കേട്ടോ. ആ ഒരു ഡിഫറൻ്റാണ്. അപ്പോൾ ഇത് കേക്കൊക്കെ ഞാനൊരു 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഒന്നും നമ്മൾ ഓയിലോ അങ്ങനെ ഒരുവിധ സാധനങ്ങളും ഇതിൽ ചേർത്തിട്ടില്ല. എന്നിട്ട് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ലെയർ കേക്ക് വെച്ചിട്ട് ഞാൻ സിറപ്പ് ഒഴിക്കുകയാണ്. നമ്മുടെ ഷുഗർ സിറപ്പ് എടുക്കുക. അതിലേക്ക് നമ്മുടെ ബ്ലൂബെറി ക്രഷ് ഉണ്ടല്ലോ, അത് കുറച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ആ ബ്ലൂബെറിയുടെ ആ ബെറീസ് വന്നിട്ട് നമുക്കിതുപോലെ ഒഴിക്കാൻ പറ്റാണ്ടാവും. അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ആ സിറപ്പാണ് നമ്മളിത് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തിട്ട് നമുക്ക് ക്രീം തേച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ക്രീമിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറച്ചുകൂടി ബ്ലൂബെറി ക്രഷ് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ ഇതുപോലുള്ള കാർഡ് എന്തായാലും എല്ലാവരുടെ കയ്യിലും കാണും. അപ്പോൾ ഇത് വെച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ഫിനിഷിങ് ലുക്ക് കിട്ടും കേട്ടോ. നന്നായിട്ട് നല്ല ഫിനിഷാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഏകദേശമൊക്കെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. എന്നൊരു സ്ക്രാപ്പർ വെച്ചിട്ട് ഈ കേക്കിൻ്റെ സൈഡ് കൂടിയിട്ട് ഒന്ന് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സാധാരണ പൈപ്പിംഗ് ബാഗിലോട്ട് വിപ്പിംഗ് ക്രീം മാറ്റിയിട്ട് കുറച്ച് ചെറിയൊരു ഹോൾ ഇട്ടിട്ടാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ കൊടുക്കുന്നത്. നമ്മുടെ ബ്ലൂബെറീസ് പോലെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഡിസൈനാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. സിമ്പിളാണ് ഇതിൻ്റെ ഡിസൈൻ. കാരണം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ, നോസിലൊന്നും വേണ്ട, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. ഇത് ഫുള്ളായിട്ട് ഇതുപോലെ ബബിൾസ് പോലെ റെഡിയാക്കി ഞാൻ വെക്കുന്നുണ്ട്. ഇനി ഈ കേക്ക് അരമണിക്കൂറെങ്കിലും ഫ്രീസറിലോട്ട് വെച്ചതിന് ശേഷം നമുക്കൊരു ഗ്ലേസ് റെഡിയാക്കാനുണ്ട്. അത് വീട്ടിൽ തന്നെ റെഡിയാക്കുന്ന ഗ്ലേസ് ആട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും ബ്ലൂബെറി ക്രഷ് എടുത്തിട്ട് അതിലേക്ക് ഞാൻ വെള്ളം, ഏകദേശം 1.5 കപ്പ് വെള്ളമാണ് ഈ ക്രഷിലേക്ക് ഞാൻ ചേർത്തിട്ടുള്ളത്. എന്നിട്ടൊന്ന് അരിച്ചൊഴിച്ച് കൊടുക്കുക. കാരണം ആ ബ്ലൂബെറീസ് ഇതിനകത്തേക്ക് വീഴരുത്. കാരണം ഗ്ലേസിന് നല്ലൊരു ഭംഗി വേണം. അപ്പോൾ അത് ആ ബെറീസ് വീഴാണ്ട് തന്നെ ഒരു 1.5 കപ്പ് വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബ്ലൂബെറി ഞാനൊരു 1/4 കപ്പേ എടുത്തിട്ടുള്ളൂ. അതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് കളറാണ് കേട്ടോ. നമ്മുടെ പർപ്പിൾ കളറാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് പർപ്പിൾ കളർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കോൺഫ്ലോർ. അത് ഞാനൊരു 4 ടേബിൾ സ്പൂൺ, അതായത് 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് പ്രത്യേകിച്ച് എസൻസ് ചേർക്കുന്നില്ല. ബ്ലൂബെറിയുടെ നല്ല ഫ്ലേവർ ഓൾറെഡി ഇതിൽ നിന്നും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഇതിലേക്ക് എസൻസിൻ്റെ ആവശ്യമില്ല. ബ്ലൂബെറിയുടെ നല്ലൊരു ഫ്ലേവർ ഉണ്ട്. ഇത് നേരെ അടുപ്പിൽ വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നല്ല തിക്കായിട്ട് വരും. അതുവരെ നമുക്കിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക.
ഇനി ഇതിപ്പോൾ കംപ്ലീറ്റ് ചൂടാറിയിട്ടുണ്ട്. ചൂടാറുന്ന വരെ ഞാൻ ഫാനിൻ്റെ താഴെ വെച്ചിട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നു കേട്ടോ. ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറ്റുകയെന്ന് വെച്ചാൽ ഇതങ്ങ് കട്ട പോലെ ആയിട്ട് പോകും. അപ്പോൾ ഫാനിൻ്റെ താഴെ വെച്ചിട്ട് ഒന്ന് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ കംപ്ലീറ്റ് ചൂടാറിയതിന് ശേഷം ഇതുപോലൊരു പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റിയിട്ട് ഒരു ചെറിയ ഹോൾ ഇട്ടിട്ട് നമുക്കിതിൻ്റെ ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം ശരിക്കും നമ്മുടെ ബെറീസ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിരിക്കുന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമ്മളിത് ബെറീസിൻ്റെ മുകളിൽ ഇതിങ്ങനെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാൻ തന്നെ നല്ല രസമുള്ളൊരു കേക്കാണ്. ശരിക്കും ബ്ലൂബെറീസ് വെച്ചിട്ട് ചെയ്ത പോലെ ഉണ്ട് അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് സോസ് പാനിൽ വളരെ കുറച്ച് ചേരുവകൾ വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു ബ്ലൂബെറി കേക്കാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോവുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടിയിട്ട് ഷെയർ ചെയ്യുക. പിന്നെ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കൂടി കാണിച്ചു തരാം. പിന്നെ ഒരു കാര്യം, നിങ്ങൾ കേക്ക് ചെയ്ത് തീർന്ന ഉടനെ കട്ട് ചെയ്യരുത്. കാരണം ഫ്രീസറിലോ ഫ്രിഡ്ജിലോ വെച്ചിട്ട് നല്ല തണുപ്പിച്ച് നല്ല സെറ്റാക്കിയിട്ട് മാത്രം കട്ട് ചെയ്ത് കഴിക്കുക കേട്ടോ. എന്തായാലും നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.